ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാറിൽ മാതൃ റീആനിമേറ്റഡ് ആയി വരികയും പല സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ സീരീസിൽ കണ്ടതാണ്. എന്നാൽ ഇവിടെ കബൂട്ടോ മാതൃയ്ക്ക് പകരം ഹാഷിറാമയെ റീആനിമേറ്റ് ആയി കൊണ്ടുവന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്ക്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ മാതൃയ്ക്ക് പകരം ഹാഷിറാമ റീആനിമേറ്റഡ് ആയി വരുന്നു. ആ വാറിലുള്ള ഷിനോബീസിന് എല്ലാവർക്കും ഇവിടെ ഹാഷിറാമയാണ് റീആനിമേഷനായി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. റീആനിമേഷനായി വന്ന ഹാഷിറാമ ഇവിടെ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഇതാരാണ് എന്നെ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കബൂട്ടോ ഞാനാണ് ഈ റീആനിമേഷൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ പറയും. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹാഷിറാമ റീആനിമേഷൻ ജുട്സു ബ്രേക്ക് ചെയ്ത് കബൂട്ടോയുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കും. കാരണം ഹാഷിറാമ ഒരു സെൻസറി ടൈപ്പ് ആണ്. ഹാഷിറാമ ഒരു സെൻസറി ടൈപ്പ് ആയതുകൊണ്ട് കബൂട്ടോ തന്നെ കൺട്രോൾ ചെയ്യുന്ന ചാക്ര മനസ്സിലാക്കി അവൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. ഒരിക്കൽ ആ ഒരു ചാക്ര സിഗ്നൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കബൂട്ടോ എവിടെ ഒളിച്ചാലും നമ്മുടെ ഹാഷിറാമയ്ക്ക് കണ്ടുപിടിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും, ഹാഷിറാമ എങ്ങനെ ഈ ഒരു റീആനിമേഷൻ ജുട്സുവിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞു എന്ന്. ഈ ഒരു റീആനിമേഷൻ ജുട്സു ബ്രേക്ക് ചെയ്യാൻ അതിന്റെ ഹാൻഡ് സൈൻസ് തന്നെ അറിഞ്ഞാൽ മതി. ടോബുരാമയാണ് ഈ ഒരു ജുട്സു ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഹാഷിറാമയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. ഹാഷിറാമയാണ് ഈ ഒരു ജുട്സുവെ ഫോർബിഡൻ ജുട്സുവിൽ ഉൾപ്പെടുത്തിയത്. അതായത് ഇവിടെ ശരിക്കും നടക്കാൻ പോകുന്നത് ഹാഷിറാമ റീആനിമേറ്റഡ് ആയി വരികയും അത് ബ്രേക്ക് ചെയ്ത് കബൂട്ടോയെ തേടി പോവുകയും കബൂട്ടോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഹാഷിറാമ കബൂട്ടോയുടെ കൺട്രോളിൽ തന്നെ ഷിനോബിയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് ഫൈറ്റിലേക്ക് തന്നെ പോകാം. ഇവിടെ മാതര എന്താണോ ഫസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഹാഷിറാമയും ഷിനോബീസിന്റെ കൂടെ ടൈജിറ്റ്സു ആണ് യൂസ് ചെയ്യുക. ഇവിടെ മാതരയുടെ ഫൈറ്റുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാതരയാണെങ്കിൽ തന്റെ ഷെറിങ്ങൻ ഉപയോഗിച്ച് മറ്റു ഷിനോബീസിന്റെ ഓരോ മൂവ്സ് പ്രെഡിക്റ്റ് ചെയ്താണ് ഷിനോബീസിനെതിരെ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാലോ ഹാഷിറാമയ്ക്ക് ഷെറിങ്കൺ ഒന്നുമില്ല. മാതര ഷിനോബി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് നോട്ട് ചെയ്തിനോ എന്ന് അറിയില്ല, മാതരയുടെ കയ്യിൽ നിന്നും അടിവാങ്ങിയ ഷിനോബീസ് പിന്നെയും എഴുന്നേറ്റ് മാതരയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. എന്നാൽ ഹാഷിറാമയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. ഹാഷിറാമയുടെ കയ്യിൽ നിന്നും ജസ്റ്റ് ഒരു പഞ്ച് കിട്ടിയാൽ തന്നെ ആ ഒരു ഷിനോബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒറോച്ചിമാറു വാസസ് ഹിറൂസൻ എന്ന ഫൈറ്റിൽ നമ്മുടെ ഒറോച്ചിമാറു ഹാഷിറാമ ആൻഡ് ടോബുരാമ രണ്ടുപേരെയും റീആനിമേറ്റഡ് ആയി കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് ഒറോച്ചിമാറുവിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു റീആനിമേഷൻ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഒറോച്ചിമാറു ആദ്യം കൊണ്ടുവന്ന ഹാഷിറാമയ്ക്ക് ഫുൾ പവർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഹാഷിറാമ ഫുൾ പവർ അല്ലാതെ പോലും ഹാഷിറാമ അത്രയധികം ഓവർ പവർഡ് ആയിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഫുൾ പവറുള്ള ഹാഷിറാമ ഇവിടെ റീആനിമേഷനായി വന്ന് ഷിനോബീസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പറയണ്ടല്ലോ, ഒരൊറ്റ പഞ്ചിൽ തന്നെ ഷിനോബീസിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കും. അങ്ങനെ ഹാഷിറാമ ഷിനോബി ആയിട്ടുള്ള ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനിടക്കാണ് സീരീസിലുള്ളതുപോലെ നമ്മുടെ ടെമാരി വിൻസ്റ്റൈൽ യൂസ് ചെയ്ത് മാതരയ്ക്ക് ഒരു സർപ്രൈസ് അറ്റാക്ക് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ടെമാരി ഇവിടെ ഹാഷിറാമയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഹാഷിറാമയാണെങ്കിൽ വുഡ് സ്റ്റൈൽ വെച്ച് അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. കാരണം നമ്മുടെ ഹാഷിറാമ ഒരു സെൻസറി ടൈപ്പ് ആണെന്ന് ആദ്യമേ പറഞ്ഞു. ഇവിടെ ടെമാരിയെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ബാക്കിയുള്ള ഷിനോബീസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഹാഷിറാമയെ ഒന്ന് തൊടാൻ കൂടി ആർക്കും കഴിയില്ല. അങ്ങനെ പിന്നെയും ഫൈറ്റ് ഒക്കെ കണ്ടിന്യൂ ആയി മാതര പെട്ടെന്ന് ഈ ഒരു ഫൈറ്റ് തീർക്കാൻ വേണ്ടി മീറ്റിയോർ സമൺ ചെയ്തത് നമ്മൾ സീരീസിൽ കണ്ടതാണ്. ഇവിടെ ഹാഷിറാമയ്ക്ക് റിനികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മീറ്റിയോർ സമൺ ചെയ്യാനൊന്നും കഴിയില്ല. എന്നാൽ അതിനു പകരം ഇവിടെ ഹാഷിറാമയാണെങ്കിൽ ഡീപ് ഫോറസ്റ്റ് ബ്ലൂം യൂസ് ചെയ്യും. ഇതിൽ നിന്ന് വരുന്ന ആ ഒരു പുക സ്മെല്ല് ഷിനോബീസ് ശ്വസിച്ചു കഴിഞ്ഞാൽ ഷിനോബീസ് എല്ലാവരും അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകും. ഇത് ഹാഷിറാമ യൂസ് ചെയ്തപ്പോൾ തന്നെ ടെമരി ആണെങ്കിൽ നമ്മുടെ വിൻ സ്റ്റൈൽ യൂസ് ചെയ്യും, മറ്റ് ഷിനോബീസ് ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യും, നമ്മുടെ ഒണോക്കി ആണെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്യും, നറൂട്ടോ ബിഗ് ബോൾ റെസിംഗൻ യൂസ് ചെയ്തൊക്കെ ഈ ഒരു ഡീപ് ഫോറസ്റ്റ് ബ്ലൂമിനെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഇത് യൂസ് ചെയ്ത് ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പകുതി ഷിനോബീസിനും ഇത് വെച്ച് ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഹാഷിറാമ വാസസ് ഷിനോബീസ് എന്ന ഫൈറ്റിൽ ഏകദേശം പകുതി ഷിനോബീസിനെ നമ്മുടെ ഹാഷിറാമ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ആകുന്നത്. ഫൈക്കാഗൈസ് വേഴ്സസ് ഹാഷിറാമ. ഇവിടെ മെയ്റ്റൊറോമി അതായത് മിസുക്കാക്കിയെ നോക്കിയാൽ പുള്ളിക്കാരിക്ക് ലാവ റിലീസ് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹാഷിറാമ ഇത് വുഡ് സ്റ്റൈൽ വെച്ച് ബ്ലോക്ക് ചെയ്താലും ലാവ പതിയെ പതിയെ ആ ഒരു വുഡ് സ്റ്റൈലിനൊക്കെ ഇല്ലാതാക്കും. എന്നാൽ ഞാൻ പറയണ്ടല്ലോ, ഹാഷിറാമയുടെ ഒരു ചാക്ര വെച്ച് തന്റെ ആ ഒരു വുഡ് സ്റ്റൈൽ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ റൈക്കാഗെ ആണെങ്കിൽ ഹാഷിറാമയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതും നമ്മുടെ ഹാഷിറാമ വുഡ് സ്റ്റൈൽ വെച്ച് ബ്ലോക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഗാറയെ നോക്കിയാലോ, അവന്റെ സാൻഡ് വെച്ചിട്ടുള്ള സീലിംഗ് ടെക്നിക്ക് യൂസ് ചെയ്താൽ പോലും
പോലും ഹാഷിരാമ വുഡ് ഗോളം വെച്ച് ഈസി ആയിട്ട് പുറത്തേക്ക് വരും. ഇനി ഇവിടെ സുനാഡയെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി സുനാഡയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ഹാഷിരാമയുടെ എബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മുടെ സുനാഡയ്ക്ക് അറിയാം. അതുകൊണ്ട് സുനാഡെ ആദ്യമേ തന്നെ തന്റെ സമണിങ് ആനിമൽ ആയിട്ടുള്ള ലേഡി കാർഡ്സുയെ സമൺ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഫൈക്കാഗേസുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാഷിരാമ പെട്ടെന്ന് തന്നെ ആ ഒരു 1000 ആംസിനെ സമൺ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഫൈക്കാഗേസ് ഫസ്റ്റ് ടൈം ടെയിൽഡ് ബീസ്റ്റിനെക്കാളും ഒരു വലിയൊരു ജയന്റിനെ ആദ്യമായി കാണുന്നത്. ഈ ഒരു സ്റ്റാച്യൂവിൽ നിന്നും 1000 ആൻസിന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗാറയുടെ സാൻഡ് ഷീൽഡ് ആയിക്കോട്ടെ ഒണോക്കിയുടെ വുഡ് ഗോളം ഒക്കെ ആയാലും മാക്സിമം 5 to 10 ഹിറ്റ്സ് മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ താങ്ങാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. മാദ്രയുടെ സുസനോ പ്ലസ് കുറാമെ ഒരുമിച്ച് നിന്നാൽ പോലും ഈ ഒരു സ്റ്റാച്യൂവിന്റെ മുന്നിൽ ഒന്നും തന്നെയല്ല. ഇവിടെ പിന്നെ ഇത് നിർത്താൻ കഴിയുന്ന ഒരേ ഒരാൾ പറയുന്നത് ഒണോക്കിയാണ്. കാരണം ഒണോക്കിയുടെ ആ ഒരു പാർട്ടിക്കിൾ സ്റ്റൈൽ വെച്ച് എല്ലാത്തിനെയും ഇറേസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു 1000 ആംസിനെ ഇല്ലാതാക്കാൻ ഒണോക്കിക്ക് അത്രയധികം ചാക്ര വേണം. പുള്ളിക്കാരന് അതിന് മാത്രം ചാക്ര ഇല്ല. എന്നാൽ ഇവിടെ ഒണോക്കി തന്റെ പവേഴ്സ് വെച്ച് റൈക്കാഗയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്താലും ഒരു ഘട്ടത്തിൽ റൈക്കാഗയുടെ ചാക്രയും തീർന്ന് പുള്ളിക്കാരനും നോക്ക് ഡൗൺ ആവും. പിന്നെ ഞാനിവിടെ ഹാഷിരാമയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ ഓൾറെഡി റിയാനിമേഷൻ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ചാക്ര റീഫിൽ ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഹാഷിരാമ മരിക്കുന്നതിന് മുൻപേ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ചാക്ര ഒരു വിഷയമേ അല്ല. കൂടാതെ ഹാഷിരാമയുടെ ആ ഒരു ഡേറ്റി ഗേറ്റ്സ് വെച്ച് എല്ലാവരെയും വേഗം പിടിക്കാനും സാധിക്കും. അതായത് ഫൈക്കാഗേസ് ഒരുമിച്ച് നിന്നാലും നമ്മുടെ ഹാഷിരാമയുടെ ചാക്ര സ്റ്റാമിന ഇതിനടുത്ത് പോലും എത്തില്ല. പിന്നെ വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ ഫൈക്കാഗേസിന് ഹാഷിരാമയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ആ ഒരു 1000 ആംസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒണോക്കിയുടെ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് വെച്ച് അറ്റാക്ക് ചെയ്ത് പിന്നെയും ഹാഷിരാമ റീജനറേറ്റ് ആകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർക്കത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഷിരാമയെ പിടിച്ചു വെക്കാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ നടക്കാനുള്ള ചാൻസും വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ മാദ്രയ്ക്ക് പകരം ഹാഷിരാമ റീആനിമേഷനായി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും ഞാൻ ഏകദേശം പറഞ്ഞു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.